Hello. Let's talk about Pala. Almost 100% literacy rate. Knowledge city. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, MP അല്ലെങ്കിൽ ഒരു MLA ആയാലും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അത് ചുമ്മാ അങ്ങ് പോയി അങ്ങ് പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് പുറകെ നടക്കണം, അതിനുവേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്യണം, അതിനെപ്പറ്റി പഠിക്കണം, അത് നിരന്തരമായിട്ട് അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഒരു കാര്യം നടക്കുള്ളൂ. ഇത് നടന്നില്ല, അത് നടന്നില്ല, പാലയിലും ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എഫേർട്ട് ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. സ്വന്തം പാർട്ടി അധികാരത്തിലിരുന്നാൽ മാത്രമേ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓഫ് കോഴ്സ് ലിമിറ്റ്സ് ഉണ്ട്, ബട്ട് ദെൻ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിലും മുകളിലായിട്ട് ഇത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട്. ഇത് പാലായെ പറ്റിയുള്ള എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ആരും ചുമ്മാ തെറി വിളിക്കാനൊന്നും വരണ്ട. ഇനി ഒരു പാലക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ കുറച്ച് വർഷങ്ങൾ അത് വെറുതെ പോയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നോ പാലയിൽ? എനിക്കൊന്നും നടന്നായിട്ട് തോന്നുന്നില്ല. പണ്ടൊരു പാല മോഡൽ എന്ന് പറയുന്ന ഒരു വികസനമൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഒരു കാലത്ത് പാലാ മോഡൽ എന്നൊക്കെ കേട്ടപ്പോൾ കുറെ അഭിമാനിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രൗഡായിരുന്നു അത് കേൾക്കുമ്പോഴത്തേക്കും. പക്ഷെ ഇപ്പോൾ ഒട്ടും അങ്ങനെയല്ല. സോ നമുക്ക് എല്ലാവർക്കും കൂടെ വി ഓൾ ക്യാൻ ഡിസൈഡ് ടുഗദർ ഒരു കുറെ കാലത്ത് മുമ്പുണ്ടായിരുന്ന ആ പാല വേണോ നമുക്ക്, അതെയോ ഒരു വികസനം ഇല്ലാത്ത ഒരു പാല നമുക്ക് വേണം? ഇനി ഒരു നല്ല പാല വരണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്കിനി വോട്ട് ചെയ്യാം. അല്ല, മുമ്പുള്ള പാല വേണോ അതെയോ ഒരു വികസനം ഇല്ലാത്ത പാല വേണോ? ലെറ്റ്സ് സീ.